നമസ്കാരം. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വൻ വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പരമസത്യമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കുന്ന പല സഹകരണ സ്ഥാപനങ്ങളിലും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ED അടക്കമുള്ളവരുടെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിലെ കള്ളപ്പണ കേസുകൾ അടക്കം കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വൻ വിവാദങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. EDയുടെ അന്വേഷണത്തിൻ്റെ ഫലമായി പലപ്പോഴും ആ കള്ളക്കണക്ക് കേസുകളൊക്കെ പിടിക്കപ്പെടാറുമുണ്ട്. അതിലേക്ക് അവിടുത്തെ ഭരണസമിതി അംഗങ്ങളെ അടക്കം ജയിലിൽ അടച്ചിട്ടുമുണ്ട്. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഞാനിപ്പോൾ പറയുന്ന വാർത്തയിൽ ഇടതുമുന്നണി ഭരിക്കുന്ന സ്ഥലത്ത് ആ ഇടതുമുന്നണിയിലെ നേതാക്കൾക്ക് തന്നെ രക്ഷയില്ലാത്തൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഇടതുമുന്നണിയിലെ തന്നെ നേതാക്കൾ പലരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ അടുത്ത ദിവസം ആയൂരിൽ ഒരു കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആയൂർ ബിജു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടക്കുന്ന ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ ബിജുവിനെതിരെ ഇടതുപക്ഷത്തെ തന്നെ ചില നേതാക്കൾ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ആയൂർ ബിജു അടക്കം പറയുന്നത്. അങ്ങനെ ഈ ചില സഹകരണ ബാങ്ക് സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ CPMൻ്റെ അപ്രമാദിത്വം എല്ലാ സഹകരണ ബാങ്ക് സ്ഥാപനങ്ങളിലും നടക്കാറുണ്ട്. ആ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അത്തരത്തിലുള്ള അപ്രമാദിത്വങ്ങളെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വണ്ണം ദുരൂഹവുമാണ്. ഇവിടെ ഈ ആയൂരിലും അവിടുത്തെ കേരള ബാങ്കിലും ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അവിടെ CPMൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതിയിൽ നിന്ന് പലപ്പോഴും ആയൂർ ബിജു എന്ന് പറയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ആൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇടതുമുന്നണിയുടെ തന്നെ സഹയാത്രികൻ കൂടിയാണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ഈ ആയൂർ ബിജു. അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിലെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ദുരന്ത സാക്ഷ്യങ്ങൾ അനുഭവങ്ങളായി മാറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇടതുമുന്നണിയിലെ തന്നെ നേതാക്കൾക്ക് ആ ഇടതുമുന്നണിയുടെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയാണ് പല നേതാക്കളും ഇതിനോട് പ്രതികരിക്കുന്നത്. മാത്രമല്ല, പക്ഷേ അവിടുത്തെ സാമൂഹ്യ അവസ്ഥ സാമ്പത്തികമായ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ കേരള കോൺഗ്രസിൻ്റെ നേതാവ് പറയുമ്പോഴും, പക്ഷേ CPM ഭരണസമിതി അംഗങ്ങൾ അടക്കമുള്ളവർ അവിടെ ചില വസ്തുതകളുണ്ട് എന്നും അത് വളരെ കൃത്യമായി ഇപ്പോൾ പറയേണ്ട സാഹചര്യമല്ല എന്നും ആ ബാങ്കുമായി ഇടപെട്ടപ്പോൾ അവർ പറയുകയുണ്ടായി. അവർക്ക് ഇതിനോട് കൃത്യമായി പ്രതികരിക്കുവാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ബാങ്ക് നൽകുന്ന സൂചനകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് യഥാർത്ഥ വസ്തുതകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇടതുമുന്നണിയുടെ സഹയാത്രികരാണ് ഞങ്ങൾ എന്നും ഞങ്ങൾ കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്നത് ഈ ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന് പോകുന്നവരാണ് എന്ന് പറയുമ്പോഴും പക്ഷേ ആ ഇടതുമുന്നണിയിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കുന്നില്ല എന്നുള്ള അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ആയൂർ ബിജു അടക്കമുള്ളവർ. അപ്പോൾ ഇടതുമുന്നണിയുടെ നേതാക്കൾക്ക് തന്നെ ഇടതുമുന്നണിയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ എന്നാണ് ഇവരുടെ ചോദ്യം. അങ്ങനെ ഒരു ദുരവസ്ഥ ഇവർക്കുണ്ടോ?